ഇങ്ങനെയുള്ള വാക്കുകൾ സൈബർ ഇടങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം എത്ര വലുതാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും കുറെ സമയം കരയുണ്ടാക്കി പോകാൻ ഞങ്ങൾ വന്നു. ഒരു ബിഷപ്പിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കരയിപ്പിച്ച ഈ രേണുസുതിയുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എത്ര മേലെ പറക്കുന്ന പക്ഷിയായാലും ഒരു ദിവസം അത് താഴെ വരും. താഴെ വന്നേ അത് അവസാനിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രേണു എത്ര മുകളിൽ നിങ്ങൾ നിന്നാലും അത് നിങ്ങൾ താഴെ വരും. ഭൂമിയിൽ നിങ്ങൾ തൊടുന്ന ഒരു ദിവസം വരും. അത് നിങ്ങൾ മറക്കരുത്. അതും നിങ്ങൾ മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഓരോ വട്ടവും ഈ പറയുന്ന ആ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരെയും അതോടൊപ്പം തന്നെ അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടെന്ന് സമൂഹം ധരിക്കുന്നവരെയും കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്ന ഈ പറയുന്ന രേണുവിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ചില കോപ്പന്മാരുണ്ട്. അങ്ങനെ തന്നെ എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവർക്കൊന്നും ഇതുവരെയായിട്ടും തലയിൽ ബുദ്ധി ഉദിച്ചിട്ടില്ല. ഇവരെന്താണ് ഈ പറയുന്ന ബിഷപ്പിനെ സോഷ്യൽ മീഡിയയിൽ കൂടി അവഹേളിച്ചത് എന്നുള്ളത് കൃത്യമായിട്ടും ഇവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, അതോ ഈ പറയുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്യണം, ആ രേണു മുടക്കിയ കാശിന് പണി ചെയ്യണം എന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയം വരുന്നുണ്ട്. ഈ രേണുവിന്റെ പ്രൊഫഷനെ എവിടെയും ഇദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത് രേണു നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് ആ കുടുംബത്തെ പോറ്റണം, ഈ പെൺകുട്ടി പല സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നതെല്ലാം നല്ലതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെങ്കിൽ അവിടെ ഇദ്ദേഹത്തെ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തതാണ് വിഷയം. അതാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അല്ലാതെ ഇദ്ദേഹത്തെ എന്തോ പറയുന്നേ വേറൊരു രീതിയിലേക്ക് അങ്ങ് ചിത്രീകരിച്ചുകൊണ്ട് ചില യൂട്യൂബർമാരൊക്കെ ഇറങ്ങിയതായിട്ട് കണ്ടു. എന്തായാലും അവരെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അവരുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിഷപ്പ് എന്തോ ചെയ്തു, ഇവരുടെ കയ്യിൽ നിന്ന് ഭൂമി തട്ടിപ്പറിക്കാന്, ഈ കൊടുത്ത വസ്തുവിനെ തിരിച്ചു മേടിക്കാന് എന്ന രീതിയിലേക്കാണ് അവന്മാർ പറഞ്ഞു വെക്കുന്നത്. എന്ത് കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? ഇതിനു മുമ്പ് ഇദ്ദേഹം അങ്ങനെ ആരുടെ കയ്യിൽ പിടിച്ചു മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോവാ, ആ തെളിയിക്ക്. ചുമ്മാ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വെച്ച് പറയരുത്. ഈ പറയുന്ന നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ ബിഷപ്പിനെ സ്നേഹിക്കുന്നവർ പലയിടങ്ങളിലുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കളിയാക്കുന്നത്. എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് എന്താണ്? നിങ്ങൾ ആരെങ്കിലും ഇന്നേ വരെ 1 രൂപയ്ക്ക് സഹായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സഹായിക്കാതിരുന്നിട്ട് ഇദ്ദേഹത്തെ പോലെയുള്ളവരെയൊക്കെ അങ്ങോട്ട് നാറ്റിക്കുക. ഈ പറയുന്ന രേണുവിന് വേണ്ടി നിങ്ങൾ നാറ്റിക്കുകയാണ്. ഈ രേണുവിന് വേണ്ടി നാണം കെടേണ്ട ഒരു വ്യക്തിയല്ല ഈ പറയുന്ന ബിഷപ്പ്. ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് നിരവധി ആൾക്കാർക്ക് സഹായം എത്തേണ്ടതായിട്ടുണ്ട്. ഈ രേണു എന്താണ് ചെയ്തത്? സമൂഹത്തിൽ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് നന്മയെന്ന് നിങ്ങളൊന്ന് പറ. ഇവരെ സഹായിച്ചവരെല്ലാം നാറ്റിച്ചതല്ലാതെ ഇവരെന്ത് നന്മയാണ് ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ളത്? ഒരു ഇതും അറിയാതെ ചിലവന്മാരിരുന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ബിഷപ്പിനെതിരെ പറഞ്ഞ അലിഗേഷന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് കൊണ്ടുവരണം. അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് അതിന്റെ മുമ്പിൽ ഇരുന്ന് തോന്നിവാസം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി കൃത്യമായിട്ടും ഉണ്ടാകും. അത് ഉണ്ടാകും തന്നെ ചെയ്യും. കാരണം ഒരു ബിഷപ്പ്, ഒരു ആദരണീയനായിട്ടുള്ള ഒരു ബിഷപ്പ്, അവരുടെ കീഴിൽ ചില സ്ഥാപനങ്ങളുണ്ട്, അവരുടെ കീഴിൽ സമുദായമുണ്ട്. അപ്പൊ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ അതിനെയെല്ലാം അവഹേളിക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞ നിങ്ങൾ ഈ രേണുവിന്റെ PR ആയിട്ട് നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതാണ് എങ്കിൽ അത് വളരെ ദയനീയമായി മാറി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ ബിഷപ്പ് അനീതിക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതിനെതിരെ ശക്തമുയർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കല്ലേറുകൾ ഉണ്ടാകും. എന്നാൽ ഇവിടെ ഈ രേണുസുതിയുടെ ആൾക്കാർ വന്ന് ഇദ്ദേഹത്തെ കല്ലെറിയുന്നതിൽ എന്ത് പ്രശസ്തിയാണുള്ളത്? അത് നിങ്ങളൊന്ന് ഓർത്തേ. ഇവരെ സഹായിച്ച ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണോ? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഓരോരുത്തരെ മനസ്സിലാക്കി വേണം അവരെ സഹായിക്കാൻ. ഇതുപോലെ സഹായിക്കുന്നവർ പോലും എന്താ പറയുക, ഇപ്പോൾ 1 വട്ടം അല്ലെങ്കിൽ 100 വട്ടം ഒന്ന് ചിന്തിച്ചിട്ടേ ചെയ്യൂ. ഈ കാലത്ത് ആരെയും സഹായിക്കരുത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന ഈ രേണു. അല്ലേ എന്റെ പൊന്നു പ്രേക്ഷകരെ? ഈ പറയുന്ന രേണുവും കൂട്ടരും ഈ ബിഷപ്പിനെ നാറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം നാറ്റിക്കുന്നോ അത്രത്തോളം അദ്ദേഹത്തിന് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. കാരണം അദ്ദേഹം ആരെയും ദ്രോഹിച്ചിട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തിൽ നിന്നാണ് ഇദ്ദേഹം എടുത്തു കൊടുത്തത്, പ്രശസ്തിക്കല്ല. അദ്ദേഹം പണമുണ്ടാക്കാനല്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേണം നിങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു ഫോട്ടോ ഒരു വേറെ താമസത്തിന് പോയാൽ പോലും നിങ്ങൾ 1000 രൂപ അവരുടെ നിങ്ങളുടെ ബന്ധുക്കാരുടെ കയ്യിൽ കൊടുക്കുന്ന ആൾക്കാരാണോ ഈ കുറ്റം പറയുന്നവര്? ആണോ? ഇവിടെ ഈ രേണു ഇദ്ദേഹത്തെ വലിച്ചങ്ങോട്ട് ഇട്ടു, ഇദ്ദേഹത്തിന്റെ കുപ്പായത്തെ ചോദ്യം ചെയ്തു, അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കയറി കളിച്ചു. ഇതൊക്കെ എന്തിനായിരുന്നു? അപ്പൊ കുറെ പേര് വന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വാക്ക് മാറ്റി പറഞ്ഞു എന്ന്. എന്താണ് ഇദ്ദേഹം വാക്ക് മാറ്റി പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന രേണു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, ഇവര് പള്ളിയിൽ പോകുന്ന ഒരു സ്ത്രീയാണ്, ഇവര് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാണിക്കുന്ന കൊള്ളരുതായ്മയെല്ലാം നല്ലതാണെന്ന് പറയണോ?
ഇവർ ഈ ഫിറോസിനെ നാണം കെടുത്തിയതും ബിഷപ്പിനെ നാണം കെടുത്തിയതും അതോടൊപ്പം തന്നെ താജിനെ നാണം കെടുത്തിയതും ഒക്കെ നല്ലതാണെന്ന് പറയണോ? എന്താ ഒരു കുറച്ചുകൂടെ കോമൺ സെൻസ് ഇല്ലാതെ നിങ്ങൾ ഈ പറയുന്നത്? കഴിഞ്ഞ ദിവസം ബിഷപ്പിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. ഈ പറയുന്ന ബിഷപ്പ് അതിനകത്ത് കരയുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നിയിട്ട് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി. എന്തോ എന്റെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളത് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്റെ മരിച്ചുപോയ ഞങ്ങളുടെ അമ്മച്ചിമാരുടെ സ്മരണയ്ക്കായിട്ടും ഞാൻ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ള ആഗ്രഹപ്രകാരമാണ് ആ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ഈ കണ്ണായ സ്ഥലം അവർക്കായിട്ട് വീട് വെക്കാൻ നൽകി കൊടുത്തത്. സ്ഥലം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് മാത്രമേ എന്നിൽ നിക്ഷിപ്തമായ കർമ്മമുള്ളൂ. അതിനപ്പുറമായിട്ട് എന്നെ ഇവർ വേദനിപ്പിക്കുന്നതും കണ്ണുനീരിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതും ഇപ്പോൾ മോൻ ഇത്ര ദൂരെ യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എന്നെ കാണാൻ വന്നതൊക്കെയും എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പൊതു ഇടങ്ങളിൽ എന്നെ ചർച്ചകൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുത്തു. കേട്ടല്ലോ, ഇദ്ദേഹത്തെ പൊതു ഇടങ്ങളിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് എറിഞ്ഞു കൊടുത്തതാരാണ്? ഈ പറയുന്ന രേണുവാണ്. ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു ഇടം എന്ന രീതിയിൽ ഇദ്ദേഹം ഒരു വസ്തു കൊടുത്തതാണ് ഇദ്ദേഹം ചെയ്ത ഏക തെറ്റ്. അതേ ഇദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിന് ഈ പറയുന്നവന്മാര് ഈ പറയുന്ന ബിഷപ്പിനെ വളരെ രീതിയിൽ നാണം കെടുത്തി. ഈ രേണു നാണം കെടുത്തി. അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം മിണ്ടാതിരിക്കണോ? ഇല്ലല്ലോ, അദ്ദേഹത്തിന് പ്രതികരിക്കണം. അദ്ദേഹം പ്രതികരിച്ചേ മതിയാവൂ. കാരണം അദ്ദേഹത്തിന് പ്രതികരിക്കാൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വന്ന് പ്രതികരിക്കുന്നു. കേട്ടോ, ഇവിടെ ബിഷപ്പിനെ കുറിച്ച് ഈ രേണുസുതി പറഞ്ഞത് ബിഷപ്പിന് സ്ഥിരതയില്ല എന്നുള്ള ഒരു വിഷയമാണ്. ആ ഒരു വിഷയം വലിയ രീതിയിൽ പറയുന്നു. പിന്നെ പറയുന്നു കുപ്പായത്തെ ഓർത്ത് ഞാനൊന്നും പറയുന്നില്ല എന്ന രീതിയിലൊക്കെ ഈ പറയുന്ന രേണു പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ബിഷപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. രേണുസുതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കേരള സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ട് ഒത്തിരി ഉണ്ട് കാര്യങ്ങൾ. എനിക്ക് എന്ത് വിമർശനങ്ങൾ നേരിട്ടാലും ഞാൻ തുറന്നു പറയും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആര് ലോകത്തിൽ ഒരു ചെറിയ നന്മ ചെയ്താലും നാം അവരെ വേദനിപ്പിക്കരുത്. ആരെയും നമുക്ക് നന്മയെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗിഫ്റ്റ് ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും വില കുറഞ്ഞതോ വില കൂടിയതായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഒരാൾ ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളെയോ ആ കുടുംബത്തെയോ ആ സംഘടനയോ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ പ്രിയപ്പെട്ട ഈ തങ്കച്ചനും കുടുംബവും രേണുസുതി എന്ന് പറയുന്ന ഈ സ്ത്രീയും കൂടെ ചേർന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വന്നു നിന്നുകൊണ്ട് ആദരണീയരായി ജീവിക്കുന്ന നിരവധി പേരെ, ഇതിന് പിൻപിൽ ആരൊക്കെ നിന്നോ അവരെ മുഴുവനും ശക്തമായ ഭാഷയിൽ അവർ എന്തൊക്കെ പറഞ്ഞു കേരളത്തിലെ സോഷ്യൽ മീഡിയ നോക്കുന്ന കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. വസ്തുദാനമായിട്ട് കൊടുത്ത് എനിക്ക് സ്ഥിരതയില്ലെന്ന് പറയാനുണ്ടായ കാരണമുണ്ട്. ഏതോ ഒരു ചാനൽ ഇവിടെ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന സമയത്ത് ആ ചാനലിന്റെ നിർദ്ദേശപ്രകാരം ഇവരെ കൂടെ ഇരുത്തി ഇന്റർവ്യൂ ചെയ്തു. ആ സമയത്ത് ആ ചാനലിന്റെ ചോദ്യം ചോദിക്കുന്ന ആങ്കർ എന്നോട് ചോദിക്കുകയാണ് രേണുസുതിയെ പറ്റിയുള്ള അഭിപ്രായം പറയാൻ. ഞാൻ പറഞ്ഞു രേണുസുതി പള്ളിയിൽ പോകുന്ന ഒരു സ്ത്രീയാണ്. എന്നെ കാണുമ്പോൾ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി പോകുന്ന വഴിക്ക് അവർ നടന്നു പോകുമ്പോഴൊക്കെ സംസാരിക്കുകയും കൈ കാണിക്കുകയും ചെയ്തു പോകുന്നു. പള്ളിയിൽ പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ അവർക്ക് എല്ലാ ഭാവങ്ങളും നേർന്ന് അവർ ഇവിടുന്ന് പോയി. ആ ചാനലിലെ വാർത്ത കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വലിയ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് എന്റെ നേരെ പലപ്പോഴും വന്നതാണ്. പിന്നീട് എനിക്കും എന്റെ കുടുംബത്തിലുണ്ടായ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, രേണുവിന്റെ ഫാൻസ് ഒക്കെ എന്താണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്? ഈ പറയുന്ന ബിഷപ്പ് അത് മാറ്റി പറയണമായിരുന്നോ? അതോ പള്ളി പോകത്തില്ലെന്ന് പറയണമായിരുന്നോ? അങ്ങനെ പറയണമായിരുന്നോ? അങ്ങനെ പറഞ്ഞായിരുന്നു ഇത് മാറ്റിപ്പറച്ചിലാവത്തില്ലായിരുന്നോ? നിങ്ങൾക്കൊന്ന് ബുദ്ധിയില്ലേ? അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം കണ്ട കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം കൃത്യമായിട്ടല്ലേ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ എവിടെയാണ് അദ്ദേഹം മാറ്റി പറഞ്ഞത്? നിങ്ങൾ കണ്ടത് മാറ്റി പറഞ്ഞു എന്ന് പറയുന്നത്? ഇങ്ങനെ കണ്ടു കഴിഞ്ഞു, അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിനെതിരെ വന്ന ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ്, ആ ബുള്ളിങ്ങിനേക്ക് ഇട്ടുകൊടുത്തത് രേണുവാണ്. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കും. ഇദ്ദേഹം അല്ലാതെ പിന്നെ വേറെ ആരുണ്ട്? നിങ്ങൾ ആരെങ്കിലും പോയി സംസാരിക്കൂ? ഇല്ലല്ലോ. സ്വന്തം ഫാമിലി ഒന്നുമല്ല. അപ്പൊ അവർക്ക് ദുഃഖമുണ്ടെന്ന് എന്നെ കാണുമ്പോൾ പറയും, ദൈവമേ നന്മ ചെയ്തിട്ട് ഏറ് വാങ്ങേണ്ട ഒരു അനുഭവം ഈ പിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ എന്ന് പലപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. അതെനിക്കും ദുഃഖമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. വളരെ വേദനകളുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ ജീവന ഭീഷണി ഉണ്ടാക്കി, എന്നെ സൈബർ ഇടങ്ങളിൽ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുത്തു. അപ്പൊ മറ്റുള്ളവരുടെ കണ്ണുനീര് മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരാളെ സന്തോഷത്തോടെ അനുഗ്രഹിച്ച് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നതും ഒരാൾ നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു തുള്ളി കണ്ണുനീരിനും വാല്യൂ വേണ്ട. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയൊക്കെ കുറേ സമയം കരയേണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു വിധവയായ സ്ത്രീയാണ്. എൻ്റെ പിതാവ് മരിച്ചു പോയതാണ്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരി ഓർമ്മയില്ലാത്ത സഹോദരിയാണ്. എൻ്റെ അമ്മയാണ് വീട്ടിൽ ആ സഹോദരിയെ കൊണ്ട് ടേക്ക് കെയർ ചെയ്തത്. ഇങ്ങനെയുള്ള വാക്കുകൾ സൈബർ ഇടങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ട് ആ ദുഃഖം എത്ര വലുതാണ്. പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ ദൈവവചന ധ്യാനത്തിലൂടെ അതിനെല്ലാം ഞങ്ങൾ മറികടന്ന് മുൻപോട്ട് പോകും. ഈ പറയുന്ന ബിഷപ്പിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു രേണു നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എത്ര ഉയരത്തിൽ പറന്നാലും പക്ഷി അത് താഴെ വന്ന് തന്നെ നിൽക്കണം. മനസ്സിലാക്കിക്കൂ. നമ്മൾ സന്തോഷത്തിൽ ഒരാളുടെ കണ്ണിൽ നിന്ന് വീഴ്ത്തുന്ന കണ്ണീര് പോലെയല്ല മറ്റുള്ളവരുടെ കണ്ണിൽ വേദനിപ്പിച്ച് കണ്ണുനീര് വരുത്തുന്നത്. അത് കൃത്യമായിട്ടും രേണു ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കഷ്ടമുണ്ട്. കാരണം നിങ്ങളെ സഹായിച്ചു എന്നൊരു കുറ്റമാണ് ഇദ്ദേഹം ചെയ്തത്. ഇദ്ദേഹത്തിന് വേറെ എത്ര പേരെ സഹായിച്ചായിരുന്നെങ്കിലും ഇതുപോലെ ഒരു പഴി കേൾക്കത്തില്ലായിരുന്നു.
നിങ്ങൾക്ക് തന്ന സ്വത്ത് മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഇദ്ദേഹം ഈ പഴി കേൾക്കുകയോ ഇദ്ദേഹം ഈ ഒരു സോഷ്യൽ മീഡിയ വന്ന് പറയേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. വെറും എന്ത് പറയുക, അങ്ങ് ഗതികെട്ടിട്ടാണ് അദ്ദേഹം വന്നിട്ട് ഇത് പറഞ്ഞത്. അദ്ദേഹത്തെ നാറ്റിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ബിഷപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ലെവലിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ നാറ്റിക്കുമെന്ന് പറയുമ്പോൾ ആ സമുദായത്തെ നാറ്റിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സമുദായത്തിൽ കൂടി നടക്കുന്ന ജനങ്ങളെ നാറ്റിക്കുന്നു. ഇദ്ദേഹം നടത്തുന്ന ഓരോ ബിസിനസ് സ്ഥാപനങ്ങളെ നാറ്റിക്കുന്നു. അതുപോലെ തന്നെ ആ ദേശത്തെ നാറ്റിക്കുന്നു. ഇതൊക്കെ കാട്ടിക്കുവെച്ചത് ആരാണ്? ഈ പറയുന്ന രേണുവാണ്. എന്നിട്ട് ഇതുവരെ മെഴുകി വെളുപ്പിക്കാനായിട്ട് കുറെ എണ്ണം ഇറങ്ങിയിരിക്കുന്നു. എടാ, നിനക്കൊക്കെ നാണമുണ്ടോടാ? നാണമുണ്ടോടാ? നീയൊക്കെ എന്താ പറഞ്ഞത്? ഈ പറയുന്ന ബിഷപ്പ് ഇതുപോലെ ബഹളം ഉണ്ടാക്കിയിട്ട് കൊടുത്ത വസ്തുക്കളൊക്കെ തിരിച്ചു മേടിച്ചു, വെച്ചു കൊടുത്ത വീട് സഹിതം തിരിച്ചെടുക്കുന്നു, ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കി. എവിടെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? നീയൊക്കെ വന്നൊന്ന് കാണിച്ചതാ. അങ്ങനെ ഉണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് തെളിവ് സഹിതം കാണിക്കേ. ഈ ബിഷപ്പ് എന്തൊക്കെയാണ് നാട്ടിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഓരോന്ന് പറയുന്നത്. അല്ലാതെ നിന്റെ കൂട്ട് വായി തോന്നുന്നതൊന്നും പറയുകയല്ല. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ കമന്റ് ഇടാനും വീഡിയോ ഇടാനും ഒക്കെ. നിനക്കൊക്കെ എന്തറിയാം? ഈ പറയുന്ന ബിഷപ്പ് സഹായിച്ചിട്ടുള്ള നിരവധി ആൾക്കാർ ഇപ്പോഴും ഉണ്ടവിടെ. അവർക്ക് ആർക്കും കുഴപ്പമില്ല. അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. അവരുടെ പേരോ നാളോ ഒന്നും എവിടെയും അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ രേണു മാത്രമാണ് ഈ ഒരു വിഷയമുണ്ടാക്കിയത്. ഇവരാണ് എന്തോ വലിയ സെലിബ്രിറ്റി എന്ന നിലയിൽ ഇവർ പൊങ്ങിച്ചാടി കാണിച്ചത്. അതുകൊണ്ടാണ് ഇത് വെളിയിൽ വന്ന് ഇവർക്ക് പറയേണ്ടതായിട്ട് അവസ്ഥ വന്നത്, അല്ലേ? ഇപ്പത്തെ പോലും അറിഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ കാണുന്നത് അവരവിടെ എത്തി നിൽക്കുന്നതായിട്ടാണ്. അവർ അതിന്റെ തലേന്നും കൂടെ വീഡിയോ എടുത്തിട്ട് പോയത് എന്റെ കുപ്പായത്തെ ഓർത്ത് അവർ എന്നെ തെറി പറയുന്നില്ലെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയേക്കുന്നത്. എന്റെ ഈ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തെ ഓർത്ത് എന്നെ തെറി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഞാനത് എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുമിത്രാദികളും ആ വീഡിയോ എനിക്ക് അയച്ചത് ഞാൻ കണ്ടുവത്. ഒരു കാര്യം ഞാൻ പറയുക, നമ്മൾ ഒരിക്കലും നമ്മുടെ ചുവട് മറന്നു പോകരുത്. ചുവട് മറന്നു പോയാൽ അത് വലിയ അധപ്പതനത്തിൽ കൊണ്ടെത്തിക്കും. ഞാനത് വളരെ വ്യക്തമായി, അത് വ്യക്തികളായിക്കൊള്ളട്ടെ, സംഘടനകളായിക്കൊള്ളട്ടെ, മറ്റാരുമായിക്കൊള്ളട്ടെ, നമ്മൾ നമ്മുടെ ചുവട് മാറുന്ന തല മാറുന്ന എണ്ണ തേക്കരുതെന്ന് പണ്ടുള്ള പൂർവികർ പറയും. അതിനൊക്കെ അർത്ഥമുണ്ട്. പോകുന്നതിന് തലേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പിതാവ് തന്നെ പറയും, ബിഷപ്പ് തന്നെ പറയുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ച വ്യക്തി എനിക്ക് തന്നെ അറിയാം. അദ്ദേഹത്തിന്റെ കുപ്പായത്തെ മാനിച്ചുകൊണ്ട് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഗൂഢാലോചന താങ്കൾ നടത്തിയെന്ന് ഏതെങ്കിലും വിഷയത്തിൽ തോന്നുന്നു? എനിക്ക് ആ സ്ത്രീയെ പറ്റി എന്ത് ഗൂഢാലോചന നടത്താനാണ്? ഞാൻ ആ സ്ത്രീക്കെതിരെ എന്ത് ഗൂഢാലോചനയാണ് നടത്തേണ്ടത്? ഞാൻ അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് ഒരിക്കലും കാണത്തില്ല. അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി, അവരുടെ അന്നത്തെ ജീവിത സമ്പാദനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PR വർക്കുകാർ, നിങ്ങളുടെ ഉദ്യോഗസ്ഥർ, നിങ്ങൾ ആക്കിയിട്ട് പോയിരിക്കുന്ന ആൾക്കാർ എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആൾ വന്നു, രാത്രിയും പകലുമായിട്ട്. ഞാൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു. എന്റെ ജീവന് ഭീഷണിയുണ്ട്. ഇവരുടെ PR വർക്കേഴ്സ്, വേറെ ആരും അല്ല ചെയ്യുന്നത്. എനിക്ക് ഇന്നുവരെ ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. എന്തായിരുന്നു സംഭവിച്ചത്? അവർ ഇവിടെ എന്റെ അസമയത്ത് ഇവിടെ പരിചയമില്ലാത്ത ഒരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിനെതിരെ ഭീഷണിയുമായിട്ട് കുറെ PR ടീമിനെ ഇറക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പോകുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടാ പോയി. കുപ്പായത്തെ ഓർത്ത് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ നാറ്റിച്ചിട്ട്, അല്ലേ? എന്നിട്ട് ഇദ്ദേഹം വന്ന് ഓരോ കാര്യം പറയുമ്പോൾ ആർക്കാണ് കൊള്ളുന്നത്? ഇത്ര കൊള്ളാൻ എന്തുവാ? നിങ്ങളുടെ ചേച്ചി ഇത് ചെയ്തു വെച്ച് പോയിട്ടല്ലേ? അല്ലാതെ ഒരിക്കലും വന്ന് ആരും വന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചേച്ചി ഈ സമൂഹത്തില് ഇതുപോലെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരെ കൊണ്ടുവന്ന് നാറ്റിച്ചത് കൊണ്ടാണ് ഓരോരുത്തർ വന്ന് ഇത് പുറത്ത് പറയുന്നത്. അപ്പൊ അത് കേൾക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അതേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഇവിടെ പരിചയമില്ലാത്ത ഒരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ആളുകളാണ് താങ്കൾക്ക്? 100%. എനിക്ക് ഇതിനു മുൻപ് ഇന്ന് വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യന്, ഒരു ഹട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പോൾ എന്റെ ജീവനോ സ്വത്തിനോ എന്ത് നാശം സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി രേണു സുധി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് നിങ്ങളൊക്കെ പറയും. ഞാൻ പറയത്തില്ല. ഞാൻ മരിക്കേണ്ടി വന്നാലും ഇവർ സോഷ്യൽ മീഡിയ, ഇവർ ബിഗ് ബോസിൽ ചെന്ന് അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ പറയുന്ന രേണുവിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആർക്കാണ്? തങ്കച്ചനുമാണ്. ഇദ്ദേഹം അത് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു, പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വക്കീലിനോടും പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ്? എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അതാണ്. പിന്നെ ഇവര് വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല, ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇൻഫ്ലുവൻസർ എന്നൊന്നും. പിന്നെ ഒരു എന്താ പറയാ, ഒരു നടി അല്ലെ ഒരു എന്താ പറയാ, ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു എന്നല്ലാതെ ഇവരെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞൊന്നും കാണിക്കണ്ട. ഇവരുടെ കയ്യിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആക്കാൻ വേണ്ടി ഒരു കാര്യവുമില്ല. എന്ത് ഇൻഫ്ലുവൻസർ ആക്കാനാ? ഇപ്പോഴത്തെ പിള്ളേര്, ഈ കൊച്ചു പിള്ളേരൊക്കെ നോക്കിയിട്ട് ഈ കുളിക്കാത്ത 6 ദിവസമായിട്ട് തല നനയ്ക്കാത്ത ഇവരെ കണ്ടുപഠിക്കണോ? ഇതാണോ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്?
ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അവരെ കണ്ടു പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാകണം. ഇവരെ കണ്ട് എന്ത് പഠിക്കാനാ? വാ തുറന്നാ കള്ളം, അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ വൃത്തിയില്ലായ്മ, ഇതൊക്കെ കണ്ട് എന്ത് പഠിക്കാനാ പ്രേക്ഷകരെ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, ഇനിയുമാണ് ഇദ്ദേഹം പറയുന്നത് യൂട്യൂബേഴ്സിനെ കുറിച്ച്. ഈ പറയുന്ന തങ്കച്ചൻ പറഞ്ഞിരുന്നു ഇവരെ എത്തിച്ചത് അവിടെ കഠിനാധ്വാനം കൊണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞത് രേണുവിന്റെ. എവിടാണ് രേണുവിന്റെ കഠിനാധ്വാനം? യൂട്യൂബേഴ്സിനെയൊക്കെ മോശമായിട്ടല്ലയോ പറഞ്ഞുകൊണ്ടിരുന്നത്? യൂട്യൂബേഴ്സ് അങ്ങനാണ്, യൂട്യൂബേഴ്സ് ഇങ്ങനാണ്, യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. എന്നാൽ ഈ യൂട്യൂബർമാർ കാരണമല്ലയോ ഈ പറയുന്ന രേണു ഈ പറയുന്ന ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ചെന്നത്? അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കി. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവരെ അവിടെ എത്തിച്ചത് ഇവരുടെ പിതാവ് ഇവിടെ നിന്ന് പറഞ്ഞല്ലോ ഈ യൂട്യൂബേഴ്സിനെ വളരെ മോശമാക്കി സംസാരിച്ചല്ലോ പലപ്പോഴും. യൂട്യൂബേഴ്സ് കൊള്ളാത്തവരാണ്. എന്നാൽ ഇന്ന് അവർ ആ കസേരയിൽ കയറി അവിടെ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരമപ്രധാനമായ കാരണം കേരളത്തിലെ യൂട്യൂബേഴ്സ് ആണ്. കഴിഞ്ഞ 6 മാസം മുമ്പ് അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ആരോരും അറിയാതെ കിടന്ന പൊങ്ങന്താനം തുമ്മൻചാണ്ടി കോളനിക്ക് സമീപം ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീയെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ കൊണ്ടെത്തിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനോ വേറെ ആരുമല്ല, യൂട്യൂബേഴ്സ് ആണ്. അതാണ് ഈ ഫാദറിന് ഇരിക്കട്ടെ ഒരു പൊന്മോതിരം. കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു അല്ലേ? ഈ രേണുവിനെ ആ ഒരു പൊസിഷനിൽ കൊണ്ടെത്തിച്ചത് ഈ യൂട്യൂബർമാർ തന്നെയാണ്. ഇവരുടെ ഓരോ നേരവും ഇങ്ങനെ പുറകെ ഫോണും പിടിച്ചോണ്ട് ഇവരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ഇവർ പറയുന്ന ഓരോ നെഗറ്റീവ് കാര്യങ്ങളും എടുത്ത് കണ്ടന്റ് ആക്കിയിട്ടുള്ള റിയാക്ഷൻ വീഡിയോക്കാരായിക്കോട്ടെ, ഇവരുടെ പുറകെ നടന്ന് വീഡിയോ എടുത്തുകൊണ്ട് നടന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ കാരണമാണ് ഇവര് ആ ഒരു നിലയിലെത്തിയത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? സ്വന്തമായിട്ട് കഴിവ് കൊണ്ട് ചെല്ലാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാരുണ്ട് ഇവരെക്കാട്ടിലും കഴിവുള്ളവര്? അവർക്ക് ചെല്ലരുതായിരുന്നോ? അവരൊന്നും ചെന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഇവർ പോയി? ഇവരുടെ മുകളിൽ കുറെ നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് ഇവരെ വിളിച്ചിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവരുടെ ഓരോ കാര്യങ്ങളും കൂടെ നടന്ന് ഒപ്പിയെടുത്ത് പൊതുമാധ്യമങ്ങളിലൂടെ അത് കൊണ്ടുപോയി അങ്ങനെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആയ ശേഷം ഇവരെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനൽ അതിന്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന്. അവരുടെ നൃത്യങ്ങളോ അവരുടെ എന്തൊക്കെയാണ് കലകളുണ്ടെന്ന് ജനം കാണട്ടെ. ജനം കണ്ടിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സമാനമായിട്ട് അവിടെ വെച്ച് കൊടുത്തു വിടട്ടെ. അവരതിന്റെ കപ്പുകൾ അടിക്കട്ടെ, ഞങ്ങളുടെ ഈ പ്ലാന്തോട്ടത്തിൽ കൊണ്ടുവരട്ടെ, മാടപ്പള്ളി പ്ലാന്തോട്ടത്തിൽ കൊണ്ടുവരട്ടെ. അവരുടെ ഗെയിമിന് ഉള്ള റിസൾട്ട് ആയിരിക്കണം ലഭിക്കേണ്ടത്. അവരുടെ ഗെയിമിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുമോന്ന് അറിയത്തില്ല. എന്തായാലും അവരുടെ PR നല്ല രീതിയിൽ പണി പഠിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർക്ക് PR ഒക്കെ നല്ല രീതിയിൽ വോട്ട് ചെയ്ത് ഈ ചേച്ചി അവിടെ നിർത്തും. അത് മാത്രമല്ല ചിലപ്പോൾ ബിഗ് ബോസും അവിടെ നിർത്താനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഈ എന്താ പറയാ അവരുടെ TRP ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി അവിടെ നിർത്തും. പിന്നെ ഈ ചേച്ചി അവിടെ എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്ന് ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇന്നലെ ഒരു ഗെയിം കൊടുത്തിട്ട് അതും നല്ല രീതിയിലൊന്നും കളിച്ചിട്ടില്ല. പിന്നെ വാ കൊണ്ട് ചുമ്മാ എപ്പോഴും ഒരു കരച്ചിൽ കാർഡ്, വിധവാ കാർഡ്, കുഞ്ഞുങ്ങൾ കാർഡ്, അങ്ങനത്തെ കുറെ കാർഡ് എടുത്ത് കളിക്കുന്നതല്ലാതെ ഒന്നുമില്ല. ചീറ്റിപ്പോയ പടക്കമാ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ഇവര് മുമ്പ് വാടകയ്ക്ക് താമസിച്ച ഒരു വീട്ടിലെ അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞത് അവരുടെ വാടക 13,000 രൂപ ഇനിയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യം. ആ ഒരു കാര്യത്തെ കുറിച്ചും ബിഷപ്പ് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ ബിഷപ്പിന്റെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞതാണ്. ബിഷപ്പിന്റെ മുമ്പിൽ വെച്ചാണ് ഈ പറയുന്ന രേണുവും തന്തയും കൂടെ തെറി വിളിച്ചത്. കേട്ടു നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നത്. അതിന്റെ വാടകത്തിന്റെ ഉടമസ്ഥൻ 2 പ്രാവശ്യം വീട്ടിൽ ചെന്നിരുന്നു. ആ വീട്ടുടമസ്ഥനെ വിളിച്ച സംസാരം 75 വയസ്സോളം പ്രായമുള്ള ഒരാളെ മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി രേണു സുധി വിളിച്ചത്. അയാൾ കരഞ്ഞുകൊണ്ടാണ് മടങ്ങിപ്പോയത്. അയാൾ അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു ദിവസം കൂടെ വന്നപ്പോൾ ഈ തങ്കച്ചൻ അയാൾക്ക് അറിയാവുന്ന ഭാഷകൾ മുഴുവൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നവർക്ക് താമസിക്കാനായിട്ട് അതിൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുന്ന ആൾ ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞ രേണു സുധിയാണ്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടില്ല. അദ്ദേഹം ചോദിച്ചിട്ട് നൽകത്തില്ല, പോയിക്കോളാനാണ്. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണു സുധി അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയിൽ ഇന്ന സെല്ലിനകത്ത് സുധി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ കേട്ടോണ്ട് നിൽക്കുന്ന കാര്യം എനിക്ക് കേട്ടില്ലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? കൊല്ലം സുധി എന്ന് പറയുന്ന ആളെ ശവസംസ്കാരം നടത്തിയ ഒരു സെമിത്തേരിയുടെ പേര് സ്ഥലം അവർ പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ നിങ്ങൾ പോയി പൈസ മേടിച്ചു, ഇനി മേലാൽ ഈ സാമ്പത്തിക ആവശ്യം പറഞ്ഞ് ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത് ആ മനുഷ്യനെ പറഞ്ഞോട്ടു. കേട്ടല്ലോ ബിഷപ്പ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ പലരും വന്ന് പറഞ്ഞു നിങ്ങളിപ്പോ പൊക്കിക്കൊണ്ട് വന്നതാണെന്ന്, നിങ്ങളിപ്പോ പൊക്കിക്കൊണ്ട് വന്ന ആളാണ്, ഇപ്പൊ ഇതുവരെ ഇല്ലാത്ത ആൾ എവിടുന്ന് വന്നു, ഇദ്ദേഹത്തിന് ഇത്രയും നാൾ വാടക ചോദിക്കാൻ എവിടെ പോയിരിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഇദ്ദേഹം മുന്നേ ചോദിക്കാഞ്ഞത്, ഇപ്പോഴാണോ ചോദിക്കാൻ കണ്ടത്, ഞങ്ങളുടെ ചേച്ചി ബിഗ് ബോസിൽ പോയപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ തോൽപ്പിക്കാൻ നോക്കുകയാണോ എന്ന രീതിയിലല്ലായിരുന്നു പറഞ്ഞത്. അതൊന്നുമല്ല. ഈ പുതിയ വീട് കൊടുത്തിട്ടും ഈ ബിഷപ്പിന്റെ അടുത്ത് വെച്ചാണ് ഈ പറയുന്ന ഈ രേണുവും അതോടൊപ്പം തന്നെ ഈ അച്ഛനായിട്ടുള്ള തങ്കച്ചനോട് തെറി വിളിച്ചത്. ബിഷപ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. എന്നിട്ട് എത്ര നല്ല പിള്ള ചമഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്നതും ഒക്കെ കാണുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഇതിന് കിട്ടും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്തുമായാലും മുകളിൽ നിന്ന് താഴേക്ക് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങൾ വരും, അതിനൊരു സംശയമില്ല. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് അടുത്ത വീഡിയോ കാണാം. ബൈ.